കർത്താവായ യേശുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാനും പ്രാർത്ഥിക്കാനും കർത്താവ് അവസരങ്ങൾ നൽകിയതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ യേശുവിന്റെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങളും വിടുതലുകളും ഉണ്ടാകട്ടെ. നിങ്ങൾ ഇന്ന് തുടങ്ങി വെക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഭവിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൈ കിട്ടുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം പ്രിയപ്പെട്ടവർക്ക് അവരുടേതായ മറുപടികൾ ലഭിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നലകളിൽ നിങ്ങൾ അറിയിച്ച പല പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും കരയാനും ദൈവം അവസരം നൽകി. ഇന്നും അത് അനുഗ്രഹമായി തീരട്ടെ. വീണ്ടും നിങ്ങൾ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വലിയ വഴികളും വാതിലുകളും തുറന്ന് നിങ്ങളുടെ കണ്ണുനീരെല്ലാം ദൈവം തുടയ്ക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47-ാം വാക്യം മുതലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. വാക്യം ഇങ്ങനെയാണ്: പിന്നെയും ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായ വലയോട് സാദൃശ്യം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ ധാരാളം ഉപമകളിൽ കൂടെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരെ മാത്രമല്ല, തൻ്റെ കൂടെ വന്ന ആ ദേശനിവാസികളോടൊക്കെ കർത്താവ് തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഉപമകൾ പറഞ്ഞ് പ്രഭാഷണങ്ങൾ നടത്തിയത് നമുക്കറിയാം. യേശു ഓരോ ഉപമകളും പറഞ്ഞതിൻ്റെ സാരാംശം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ജനഹൃദയങ്ങളിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലൊരു സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഉപമകളാണ് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഒന്നിലധികം ഉപമകൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മുത്തുകൾക്ക് ഉപമകളുണ്ട്, ഗോതമ്പ് മണികൾക്ക് ഉപമകളുണ്ട്. അതേപോലൊരു ഉപമയാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. യേശു കർത്താവ് പറയുന്നത് എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സാദൃശ്യം. സ്വർഗരാജ്യം എങ്ങനെയാണ്? സ്വർഗരാജ്യം അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു കാണിച്ച ഒരു ഉപമയാണ് എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സാദൃശ്യം. ഈ എല്ലാ വക മീനും പിടിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. കടലിൽ പോയി പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വല വീശി മത്സ്യങ്ങളെ പിടിക്കും. അതിനുശേഷം കരയിൽ കൊണ്ടുവരും. കരയിൽ കൊണ്ടുവന്നിട്ട് ആ വലയിൽ കിട്ടുന്ന സകല മത്സ്യങ്ങളെയും കിട്ടുന്ന ആ ജീവികളെ എല്ലാം കൂടെ കൊട്ടയ്ക്കകത്ത് പറക്കി മാർക്കറ്റിലോ അല്ലെങ്കിൽ ആ കടപ്പുറത്തിട്ടോ ലേലം വിളിച്ചോ പറയുന്ന വിലയ്ക്കോ വിൽക്കുകയല്ല ചെയ്യുന്നത്. ഈ വലയിൽ കിട്ടുന്നതായ മത്സ്യങ്ങളെ തരംതിരിക്കും, വേർതിരിക്കും. അതിൻ്റെ ഇനം തിരിച്ച് മാറ്റി മാറ്റി ഓരോ കോണിൽ വെച്ചിട്ട് വ്യത്യസ്തമായ കൊട്ടയ്ക്കകത്ത് അതിനെ വാരിയെടുക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വലയ്ക്കകത്ത് നല്ല മീൻ മാത്രമല്ല കയറുന്നത്, ചീത്തയായ മീനും കയറും. കയ്പുള്ള മീനുണ്ട്, വിഷമുള്ള മീനുണ്ട്, കുത്തുന്ന മീനുണ്ട്, അപകരിക്കുന്ന മീനുണ്ട്, തിന്നാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒറ്റ വാക്കിൽ പറഞ്ഞ മീന് വലയ്ക്കകത്ത് കയറും. ഇതിനെല്ലാം കൂടെ കരയ്ക്ക് ഒരു മുക്കുവൻ അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തുന്ന ഒരാള് കരയ്ക്ക് കൊണ്ടുവരത്തില്ല. അഥവാ കരയ്ക്ക് വലിച്ച് ഈ വല കയറ്റിയാലും അതിനകത്തു നിന്നും വലയ്ക്കകത്തു നിന്നും ഇതിനെയെല്ലാം പുറത്തെടുത്തിട്ട് ചിലതിനെ ആ കടലിലേക്ക് തള്ളിവിടും, തിരിച്ചുവിടും. ചിലതിനെ ആ കരയിൽ വെച്ച് അതിൻ്റെ കൊമ്പൊടിച്ച് തല ഒടിച്ച് അവിടെ ഉപേക്ഷിക്കും. ചിലതിനെ പറക്കി നല്ല പാത്രത്തിൽ വെക്കും. ഗുണമുള്ളതും വിറ്റാ കാശ് കിട്ടുന്നതും തിന്നാൻ കൊള്ളുന്നതുമായ മത്സ്യത്തെ വേർതിരിച്ച് കൊട്ടയ്ക്കകത്താക്കിയാൽ അതിനാണ് ചോദിക്കുന്ന വില. ഇതേപോണക്കാണ് സ്വർഗരാജ്യം എന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. എല്ലാ വക മീൻ പിടിക്കുന്ന വലയ്ക്ക് തുല്യം. എല്ലാ വക മീനും കയറുമെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിൽ അവിടെ ഒരു വിശുദ്ധീകരണവും ശുദ്ധീകരണവും നടക്കണം.
നമുക്കറിയാം, ഇന്ന് പള്ളികളിൽ ധാരാളം ആളുകൾ വരും, ധാരാളം മത്സ്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ മത്സ്യങ്ങളെയും എന്ത് ചെയ്യത്തില്ല, മുഖപ്പോട്ട് കൊണ്ടുപോകത്തില്ല. അതാണ് എൻ്റെ സാരാംശം. ചിലതിനെ തമ്പുരാൻ ഉപേക്ഷിക്കും, ചിലതിനെ ദൈവം കളയും. കാരണം ഇത് പ്രയോജനമില്ലാത്ത, ഗുണമില്ലാത്ത, വിലയില്ലാത്ത മത്സ്യങ്ങളാണ്. വിശുദ്ധിയും വേർപാടും ദൈവകൃപയും ഇല്ലാത്ത ഒരാൾക്ക് നിത്യതയിൽ പോകുവാൻ, സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയാം, ഇവിടെ 48 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. ആ വല ഇട്ടു, നിറഞ്ഞപ്പോൾ വല എന്ത് ചെയ്തു, വലിച്ച് കരയ്ക്ക് കയറ്റി. ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. നല്ലതിനെ കൂട്ടിവെക്കുകയും ചീത്ത എറിഞ്ഞു കളയുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നു. നല്ലതിനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുകയും ചീത്തയായതിനെ ഉപേക്ഷിക്കുന്ന ഒരു കാലം വരുന്നു. ഇത് ലോകാവസാനത്തെ കാണിക്കുകയാണ്. ഒരു ശുദ്ധീകരണം നടക്കാൻ പോവുകയാണ്. ഇന്ന് കൊട്ടുകയും പാടുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ വേർതിരിക്കുന്ന സമയമുണ്ട്. പ്രിയരെ, ഇന്ന് കാണുന്ന എല്ലാ പാട്ടും കൂത്തും ആരാധനയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എല്ലാ പ്രവചനമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പണത്തിനു വേണ്ടി, സ്ഥാനത്തിനു വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് സുവിശേഷ വേല ഒരു ആദായമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ട് അവിടെ അത്ഭുതം, അവിടെ രോഗസൗഖ്യം, അവിടെ പ്രവചനം, അവിടെ വിടുതൽ എന്ന് പറഞ്ഞ് ഓടി നടന്ന് നിങ്ങൾ നിങ്ങളുടെ പണവും ആരോഗ്യവും സമയവും കളയരുത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്, ഇതിനെയെല്ലാം പറക്കി കളയുന്നൊരു സമയമുണ്ട്, ഇതിനെല്ലാം വേർതിരിക്കുന്ന സമയമുണ്ട്. ഇരുന്നു കൊണ്ട് നല്ലത് പാത്രത്തിൽ കൂട്ടിവെക്കുകയും ചീത്തയായതിനെ എറിഞ്ഞു കളയുകയും ചെയ്യുന്നൊരു സമയമുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു കാലത്ത് നമ്മുടെ സഭയിൽ പ്രവചിക്കുന്നവരുണ്ടായിരുന്നു, ഒരു കാലത്ത് നമ്മുടെ സഭയിൽ പ്രബോധിപ്പിക്കുന്നവരുണ്ടായിരുന്നു. ഇന്നും പലയിടത്തും പ്രബോധിപ്പിക്കുന്നവരുണ്ട്. എന്താ പ്രബോധിപ്പിക്കുന്നത് അവർക്കും അറിയത്തില്ല, കേൾക്കുന്ന നമുക്കും അറിയത്തില്ല. ഇന്നും പ്രവചിക്കുന്നവരുണ്ട്, പക്ഷേ ദൈവം കൊടുക്കുന്ന പ്രവചനങ്ങളല്ല. പ്രവചനമെന്ന് പറയുന്നത്, ഞാൻ കൂടെ പറയുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രവചനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മാനസാന്തരം ഉണ്ടാകാനുള്ളതാണ്, ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കാനുള്ളതാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ നോക്കൂ. ആമേൻ. ദൈവത്തിന്റെ നാവായി നിന്നുകൊണ്ട് ജനത്തിന്റെ കുറവ് വിളിച്ചു പറയായിരുന്നു, നീ ഇവിടെ തെറ്റിപ്പോയി, ഇവിടെ നീ മടങ്ങി വരണം എന്ന് പറയുന്നായിരുന്നു പ്രവചനം. പക്ഷെ ഇന്നത്തെ പ്രവചനമോ? ഇന്നത്തെ പ്രവചനം എന്താണ്? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഗ്രേസ് TV കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പിണങ്ങില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്, യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത് വിസ കിട്ടുന്നതും വസ്തു വാങ്ങുന്നതും അയൽവക്കക്കാരുടെ തലയിൽ ഇടുത്തി വീഴുന്നത് പറയുന്നതല്ല പ്രവചനം. വീടിനകത്ത് കിടക്കുന്ന കട്ടിലും മേശയും കസേരയും പറയുന്നതല്ല പ്രവചനം. നീ പോകുന്ന വഴിത്താരയിൽ ഇന്റർലോക്ക് ഇട്ടതും ടാറിട്ടതും പറയുന്നതല്ല പ്രവചനം. അടുത്ത മാസം നിന്റെ വീടിനകത്ത് ഒരാള് അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നതല്ല പ്രവചനം. പ്രവചനം എന്ന് പറയുന്നത് ദൈവം ഉദ്ദേശിക്കുന്നത് അവനെ നിത്യതയെ എത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന കുറവ് പറയുന്നതാണ്. ഇവരെ ശ്രദ്ധിക്കൂ. ഏതെങ്കിലും പ്രവചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വേദികളിൽ നിങ്ങൾ നോക്കൂ. അതിനകത്ത് ദൈവവചനമുണ്ടോ? അതിനകത്ത് നിത്യതയെക്കുറിച്ച് പറയുന്നുണ്ടോ? അതിനകത്ത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? അവർ കേൾക്കുന്ന പ്രവചനത്തിന് മുമ്പിൽ അനുതാപമുണ്ടോ? ഏറ്റുപറച്ചിലുണ്ടോ? അവിടെ അതൊന്നും ഇല്ലെങ്കിൽ അത് യഥാർത്ഥമായ പ്രവചനമല്ല. എന്നാൽ അതിനെ പറക്കി കളയുന്ന, എറിഞ്ഞു കളയുന്ന, അവിടെ പറക്കി കളയുന്നല്ല, ചീത്തയാ എറിഞ്ഞു കളയുന്ന ഒരു സമയമുണ്ട്. അതേ പ്രിയരെ, ഇന്ന് കാണുന്ന പല കൂത്തുകാഴ്ചകളെ എറിഞ്ഞു കളയുന്ന ഒരു കാലഘട്ടമുണ്ട്. എറിഞ്ഞു കളയുക. പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ പേരിൽ, വചന ശുശ്രൂഷയുടെ പേരിൽ, വെളിപ്പാടിന്റെ പേരിൽ, പ്രവചനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ എറിഞ്ഞു കളയുന്ന ഒരു സമയമുണ്ട്. ആ സമയം ആഗതമായിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ രോഗികളെ സൗഖ്യമാക്കിയത് കൊണ്ടോ അല്ല കാര്യം, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ ജനത്തെ ശുദ്ധീകരിക്കണം, നല്ലത് പറക്കി പാത്രത്തിൽ വെക്കണം. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും.
മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 49 പറയുകയാണ്, അങ്ങനെ തന്നെ ലോക അവസാനത്തിങ്കൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയുന്ന കാലം വരും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് പറയാം, പ്രവചനമില്ലെന്നോ രോഗശാന്തി ഇല്ലെന്നോ ഭൂതശാന്തി ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല. ദൈവസന്നിധിയിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവസഭയ്ക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ മിസ്യൂസ് ചെയ്ത് ഒരു പണമാർഗമാക്കുന്ന, സ്ഥാനമാർഗമാക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് അത് നാളെ തമ്പുരാൻ എറിഞ്ഞു കളയുന്നതാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധി താണിരുന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവമുഖത്തേക്ക് നോക്കാനും, നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് വേദപുസ്തക വായന നടത്തി, ആ വേദപുസ്തക വായന നടത്തുമ്പോൾ ആ വായനയിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ നിങ്ങളെ തിരുവല്ലയിലും കോട്ടയത്തും അല്ലെങ്കിൽ നിങ്ങളെ തിരുവനന്തപുരത്തും കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്ത് രാവിലെ നിങ്ങൾ കുളിച്ചൊരുങ്ങി നന്നായി ബ്രഷ് ചെയ്ത് നിങ്ങൾ നന്നായി ആഹാരമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ വേദപുസ്തകം വായിക്കൂ. ആ പുസ്തകം വായിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ കൂടെ നിങ്ങൾ വായിക്കുന്ന ആ വാക്കുകളിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. എത്രയോ തവണ ഞാൻ കഷ്ടതയിൽ കൂടെ, വേദനയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ ആളുകളെ ഓർത്ത് ഭാരപ്പെട്ട് 2 കണ്ണും നിറഞ്ഞുകൊണ്ട് ഞാൻ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ ദൈവം ഈ പുസ്തകത്തിൽ കൂടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രവാചകന്മാരിൽ കൂടെയും സംസാരിച്ചിട്ടുണ്ട്. ദൈവം നേരിട്ട് റൂമിൽ വന്നിട്ട് എന്നോട് ശബ്ദമായി സംസാരിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോൾ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ആത്മനിറവിൽ ഞാൻ പറയാ, നല്ലതിനെ പാത്രത്തിൽ എടുത്തിടുന്ന സമയം, ചിലതിനെ എറിഞ്ഞു കളയുന്ന സമയം. അതുകൊണ്ട് നല്ലത് ശോധന ചെയ്യുക, പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തുച്ഛീകരിക്കാതെ അവിടെ പൗലോസ് ഇങ്ങനെ എഴുതി, നല്ലത് ശോധന ചെയ്യുക. എറിഞ്ഞു കളയുന്നതാണോ ഞാൻ പിൻപറ്റുന്നത്, അതോ നല്ല പാത്രത്തിൽ പകർന്നു വെക്കുന്നതാണോ ഞാൻ പിൻപറ്റുന്നത്? ഇവിടെ വേദപുസ്തകത്തിൽ യേശു കർത്താവ് പറയുക, സ്വർഗരാജ്യം കടലിടുന്ന എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സാദൃശ്യം. എല്ലാം കേറും, പക്ഷേ എറിഞ്ഞു കളയേണ്ടതിനെ എറിഞ്ഞു കളഞ്ഞിട്ട് ശുദ്ധിയായതിനെ, വിശുദ്ധിയായതിനെ, കർത്താവിന് വേണ്ടി നിന്നതിനെ മാത്രമേ നല്ല പാത്രത്തിൽ വെക്കൂ. നല്ല പാത്രത്തിൽ. ഒരു ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ പുറകെ പോകരുത്. നല്ല പാത്രത്തിൽ വെക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു ഉപദേശമായി നിങ്ങൾ കൈക്കൊള്ളുക. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളെ ഉറപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് അറിയിച്ചതിനായി സ്തോത്രം. എല്ലാ വക മീൻ പിടിക്കുന്ന ഒരു വലയോട് സാദൃശ്യമായി ഇന്ന് ഞങ്ങളുടെ സഭ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എറിഞ്ഞു കളയേണ്ട ചിലതിനെ ഞങ്ങൾ സൂക്ഷിക്കേണ്ടതിന്, കർത്താവെ, നല്ല പാത്രത്തിൽ പകരുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കേണ്ടതിന് ഞങ്ങൾ കൃപ നൽകണമേ. കർത്താവെ, അവിടെ വിടുതൽ ഇവിടെ വിടുതൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിളകി ഓടാനല്ല, കർത്താവിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ, ദൈവവചനം കേൾക്കാൻ, ദൈവവചനം വായിക്കാൻ, അതിൽ കൂടെ വിടുതൽ അനുഭവിക്കാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനായി, പ്രത്യേകിച്ച് ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപയിൽ മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ വക മീൻ പിടിക്കുന്ന വലയ്ക്ക് സാദൃശ്യമായ സ്വർഗരാജ്യത്തില് നല്ല പാത്രത്തിൽ എടുത്തു വെക്കുന്ന മത്സ്യങ്ങളെ പോലെ നമുക്കുമാകാം. ചീത്തയതിനെ എറിഞ്ഞു കളയുമ്പോൾ ഞാനും നീയും എറിയപ്പെടാതെ ദൈവസന്നിധി സുരക്ഷിതരായി തീരേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.